തൃപ്രയാറിൽ ഉറങ്ങിക്കിടന്ന നാടോടികളുടെ ദേഹത്തുകൂടി തടിലോറി കയറിയിറങ്ങി 5 പേർക്ക് ദാരുണാന്ത്യം, 7 പേർക്ക് പരിക്കേറ്റുവെന്ന വാർത്ത അല്പസമയം മുമ്പ് സൂരജ് നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. സൂരജ് സജി തന്നെയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സൂരജ്, വളരെ വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ്. പിന്നെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും കൂടുതലായി ലഭിക്കുന്നുണ്ടോ? ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ നില ഇപ്പോൾ എന്താണ്? അപ്പോൾ ഈ മരിച്ച ഇല്ലെങ്കിൽ ഈ അപകടത്തിൽ പെട്ടവരുടെ അവരുടെ പേര് വിവരങ്ങൾ, അവർ ഏത് ദേശക്കാരാണ്, അത്തരം വിശദാംശങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടോ? പ്രജിൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അപകടം നടന്ന തൃപ്രയാർ മേഖലയിലാണ് നമ്മളുള്ളത്. ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം, ഈ മേഖലയിലാണ് അപകടം നടന്നിരുന്നത്. ഇവിടെയാണ് കിടന്നുറങ്ങിയിരുന്നത്. കൃത്യമായ ഡിവൈഡറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് നേരെ പോവുക തൃപ്രയാറിലേക്കാണ്. തൃപ്രയാർ ഭാഗത്തേക്ക് പോകുന്ന ഹൈവേ ആണ്. ഇവിടെ കൊണ്ട് ഒന്ന് ക്യാമറ നമുക്ക് പാൻ ചെയ്ത് കഴിഞ്ഞാൽ ദൃശ്യങ്ങളിലേക്ക് പോയാലാണ് അതിൻ്റെ ഒരു വ്യക്തത വരികയുള്ളൂ. അതായത് ഈ ലോറിയിലേക്ക് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിൽ നിന്നാണ് ലോറി വരുന്നത്. ലോറി ഡിവൈഡറൊക്കെ ഇടിച്ച് തകർത്തുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. അത് എത്ര ദൂരം വ്യത്യാസമുണ്ടെന്നത് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇതായത് അവിടെ നിന്നാണ്, കണ്ണൂർ ഭാഗത്ത് നിന്നാണ് ആ ലോറി വന്നിരുന്നത്. ആ ലോറി ഈ ഡിവൈഡറൊക്കെ ഇടിച്ച് കടന്ന്, അതായത് ഇവിടെ ഒരു ഡിവൈഡർ ഉണ്ട്, പക്ഷേ ഇവിടെ ആ സമയത്ത് റിഫ്ലക്ടറുകളോ അല്ലെങ്കിൽ ലൈറ്റുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോഴും വാഹനങ്ങളൊക്കെ വരുന്ന നമുക്ക് കാണാം. ഈ മേഖലയിൽ നിന്ന് ലോറി മുന്നോട്ട് നീങ്ങുന്നു. ഇടിച്ച് മുന്നോട്ട് നീങ്ങുന്ന ലോറി, അതായത് ഇവിടെ നിന്ന് ഒരു 50 മീറ്റർ ദൂരമുണ്ട് അവർ കിടന്നുറങ്ങിയിരുന്ന ഭാഗത്തേക്ക്. അവിടെ എത്തി അവരെ ഇടിച്ച് അവിടെ നിന്ന് വീണ്ടും ലോറി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിൽ ഈ മരിച്ചവരെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത തരത്തിലായിരുന്നു ഇവരുടെ മൃതദേഹങ്ങൾ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ എത്തി പലരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. അത്രയ്ക്ക് ചതഞ്ഞരഞ്ഞു പോകുന്ന നിലയിലായിരുന്നു ചില മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നത്. സ്ത്രീകളാണോ പുരുഷന്മാരാണോ എന്ന് പോലും ആദ്യഘട്ടത്തിൽ തിരിച്ചറിയാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു ഈ മൃതദേഹങ്ങൾ എന്നുള്ളതാണ് ഇവിടെ ഉള്ളവരുമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. ഈ അപകടം കണ്ടുനിന്നവരെയൊക്കെ നിലവിൽ പോലീസ് മൊഴിയെടുക്കുന്നതിന് വേണ്ടി സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു. വാഹനവും ഇവിടെ നിന്ന് തൊട്ടടുത്തേക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കണ്ണൂരിൽ നിന്ന് തടി കയറ്റി വന്നിരുന്ന ലോറിയാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഡിവൈഡർ മറികടന്ന് ഇടിച്ച് മുന്നോട്ട് നീങ്ങി ഇവിടെ കിടന്നുറങ്ങുകയായിരുന്ന 15ലധികം ആളുകൾ കിടന്നുറങ്ങിയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അടുത്ത കാലത്തായിട്ട് ഏകദേശം മന്ദഗതിയിലാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഇവിടെ സുരക്ഷിതമായി കിടന്നുറങ്ങാം എന്ന് കരുതി സുഖമായി കിടന്നുറങ്ങിയിരുന്ന ആളുകളാണ്. അവർ ചെറിയ ടെൻ്റൊക്കെ അടിച്ച് അങ്ങനെ കിടന്നുറങ്ങിയിരുന്ന ആളുകളുടെ ദേഹത്തേക്കാണ് ഈ തടിവണ്ടി ഇവിടെ നിന്ന് പാഞ്ഞു വന്ന് കയറുന്നത്. പിന്നീട് അവർക്ക് 5 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചത്. ഇവരുടെ മൃതദേഹങ്ങൾ, നിലവിൽ ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഇവരുടെ പേരുവിവരങ്ങളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ വിവരങ്ങളും കൂടി നമുക്ക് അല്പസമയത്തിനകം പുറത്തുവിടാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ഈ പരിക്കേറ്റവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്ന് ലഭിക്കുന്നുണ്ട്. അവരെ ഈ നാട്ടികയിലും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരിലെയും വിവിധ ആശുപത്രികളിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ലോറി അടക്കം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ, ഈ മേഖലയിൽ അപകടം നടന്ന സ്പോട്ടാകെ പോലീസ് സീൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് 3:45 കൂടിയാണ് ഈ അപകടം ഉണ്ടായ സമയത്ത് തന്നെ ഇവിടെ നാട്ടുകാർ തന്നെയാണ് ആദ്യഘട്ടത്തിൽ കണ്ട് അവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. JK തിയേറ്റേഴ്സ്, ഇതിന് മുന്നിലായിരുന്നു ഈ അപകടം നടന്നിരുന്നത്. ഇത് ഒരു നേരെ പോകേണ്ട ഹൈവേ ആണ്. അപ്പോൾ ഈ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു ഡീവിയേഷൻ ഉണ്ട്. ആ ഡീവിയേഷൻ എടുത്ത് തൃപ്രയാർ നഗരത്തിലേക്ക്, തൃപ്രയാർ ജംഗ്ഷനിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ഡീവിയേഷനാണ്. ഈ പണി തീർന്നു കഴിയുമ്പോൾ മാത്രം, അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മേഖലയിൽ നിന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു പാലം നിർമ്മാണം പൂർത്തിയാകേണ്ടതുണ്ട്. ആ പാലം നിർമ്മാണം പൂർത്തിയാകുമ്പോൾ മാത്രം ഇത് തുറന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ ഒരു ഡിവൈഡർ ഇട്ട് വഴി തിരിച്ചു വിട്ടിരുന്നത്. അങ്ങനെ വഴി തിരിച്ചു വിടുമ്പോൾ അവിടെ നിന്ന് ലോറി വരുന്നു. ഒരുപക്ഷെ ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. അപ്പോൾ ഈ ഡിവൈഡർ എത്തുന്നു, പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളതാണ് ലോറി ഡ്രൈവർ നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ ലോറി നല്ല വേഗതയിലായിരുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത്. അങ്ങനെ ഈ ലോറി മുന്നോട്ടെടുത്ത് നീങ്ങി ലോറി മുന്നോട്ട് വരുന്നു. അങ്ങനെയാണ് ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത്, അതായത് ഡിവൈഡറും ഇവർ കിടന്നുറങ്ങിയ പ്രദേശവും തമ്മിൽ ഏകദേശം ഒരു 50 മീറ്റർ അകലമുണ്ട്. ഈ 50 മീറ്റർ എന്ന് പറയുമ്പോൾ ഡിവൈഡറിൽ ഇടിച്ച് വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ പോലും ഈ ബ്രേക്ക് ചെയ്താൽ പോലും കിട്ടാവുന്ന ദൂരം, പക്ഷെ അതെല്ലാം മറികടന്ന് മുന്നോട്ട് പോയി. അതാണ് ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം എന്നൊരു നിഗമനത്തിലേക്ക് എത്താനുള്ള കാരണം. മുന്നോട്ട് വന്ന് ഈ ഇവരുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങിയതാ നമ്മുടെ ക്യാമറാമാൻ ബിനേഷ് ബാബുരാജ് പകർത്തുന്ന ദൃശ്യങ്ങളാണ്. അവർ കിടന്നുറങ്ങിയ മേഖലയാണ്. അവിടെയെല്ലാം, അതായത് ഈ ചതഞ്ഞരഞ്ഞു പോയിട്ടുണ്ട്. ആ ഭാഗത്താണ് ഇപ്പോൾ ആ ഷീറ്റൊക്കെ ഇട്ട് മൂടി വച്ചിരിക്കുന്ന അവരുടെ ഈ മൃതദേഹങ്ങൾ എടുത്ത ഭാഗത്തു നിന്നാണ്. അങ്ങനെ പലരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ തന്നെ വ്യക്തമാക്കുന്നത്. ഒരു വല്ലാത്ത നാടിനെ നടുക്കുന്ന ഒരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. പലപ്പോഴും ഇവർ ഇവിടെ കിടന്നുറങ്ങുന്നതൊക്കെ ഈ പ്രദേശവാസികളിൽ പലരും കണ്ടതാണ്. നമ്മൾ ഈ അപകടം നടന്നതിന് ശേഷം ഈ പ്രദേശത്തുള്ള പല നാട്ടുകാരെയും ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ആ സമയത്ത് അവർ പറഞ്ഞിരുന്നത്, ഈ അവരുമായി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നത്,
അവർ പറഞ്ഞിരുന്നത് ഇവരിവിടെ കിടന്നുറങ്ങുന്ന ആളുകളാണ്. പലപ്പോഴും ഇവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഇവർക്ക് ഇങ്ങനെ ഒരു അപകടം വന്നോ എന്ന തരത്തിൽ ഇവർ ചോദിക്കുകയും ചെയ്തു. നമ്മൾ ഇവരെയൊക്കെ ഫോണിൽ ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ ചോദിച്ചിരുന്ന കാര്യം, അതായത് ഇവിടെ കിടന്നുറങ്ങിയ ആളുകളല്ലേ, അവർക്ക് ഇങ്ങനെ സംഭവിച്ചോ എന്ന ഒരു ഞെട്ടലോടുകൂടിയാണ് ഈ പ്രദേശവാസികളിൽ പലരും ഈ ദുരന്തത്തെ നോക്കിക്കാണുന്നതെന്നുള്ളതാണ്. നമ്മൾ അവരെ ഫോണിൽ ബന്ധപ്പെടുമ്പോഴൊക്കെ അവരും പറഞ്ഞിരുന്നത് അത് തന്നെയാണ്. അത് ഈ ഡിവൈഡറിൻ്റെ ഇപ്പുറത്ത് മാത്രമല്ല, ഇപ്പുറത്തുൾപ്പെടെ ആളുകൾ, അതായത് മറുവശത്ത് ഇപ്പുറത്തുൾപ്പെടെ ആളുകൾ കിടന്നുറങ്ങിയിരുന്നു. അതിനിടയിലാണ് ഒരു വശത്തേക്ക് ലോറി ഇടിച്ചു കയറുന്നതും 15-ലധികം ആളുകൾ. രണ്ട് കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒന്ന്, മതിയായ രീതിയിൽ അവിടെ ഈ പറയുന്ന പോലെ ബാരിക്കേഡുകളൊക്കെ വെച്ച് ക്രമീകരണങ്ങൾ, ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് കൊണ്ട് കൃത്യമായി സുരക്ഷാ മുൻകരുതൽ എടുത്തിട്ടുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? നേരത്തെ ഈ റിഫ്ലക്ടറുകളടക്കം അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് സൂരജ് പറഞ്ഞല്ലോ. മറ്റൊന്ന്, ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സമയത്ത് അവിടെ എങ്ങനെയാണ് ഇത്രമാത്രം ആൾക്കാർ കിടന്നുറങ്ങിയത്? സ്വാഭാവികമായിട്ട് ഒരു നിർമ്മാണ സ്ഥലത്ത് അത്തരം സംഭവങ്ങൾ നടക്കാൻ പാടില്ലല്ലോ, അവിടെ ആൾക്കാരുണ്ടാവാൻ പാടില്ല. ഇനി അഥവാ കുട്ടികളടക്കം അവിടെ ഉറങ്ങിക്കിടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ മാറ്റേണ്ട ജോലി അധികൃതരുടേതാണ്. അപ്പോൾ അതൊന്നും അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുകൂടി കരുതണ്ടേ? പ്രജിനിത, മരിച്ചവരുടെ പേരുവിവരങ്ങൾ വരികയാണ്. പാലക്കാട് സ്വദേശികളാണ് എന്നുള്ളതാണ് പറയുന്നത്. ഗോവിന്ദാപുരം സ്വദേശിയായിട്ടുള്ള സൂരജ് സജിയാണ് അപകടം നടന്ന തൃപ്പയാർ നാട്ടികയ്ക്കടുത്ത് ഉള്ള സ്ഥലത്ത് നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അപകടത്തിൽ മരിച്ച 5 പേരുടെ വിവരങ്ങൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. പാലക്കാട് സ്വദേശികളാണെന്ന് പറയുന്നു. മരിച്ചവരിൽ 2 കുട്ടികളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പാലക്കാട് സ്വദേശികളാണ് ഈ നാടോടി കുടുംബാംഗങ്ങൾ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ വരും മിനിറ്റുകളിൽ നമുക്ക് അറിയാൻ കഴിയും. അതെ, നമുക്ക് വിശദാംശങ്ങളുമായിട്ട് സൂരജ് ഉണ്ട്. എനിക്ക് തോന്നുന്നു സംഭവ സ്ഥലത്ത് ആദ്യം എത്തിയ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ സൂരജിന് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. മരിച്ചവരിൽ 2 കുഞ്ഞുങ്ങളും ഉണ്ട് എന്നുള്ളത് നമ്മളെ ഒരുപാട്, എല്ലാവരുടെയും ജീവൻ ഒരു വിലയാണ്. പക്ഷേ എന്നാൽ പോലും നമുക്ക് ചെറിയ കുഞ്ഞുങ്ങൾ ഉറക്കത്തിൽ മരിച്ചു പോവുക എന്നൊക്കെ പറയുന്നത് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്.